എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടാണല്ലോ. സത്യമായിട്ടും അതെ, എനിക്ക് സത്യമായിട്ടും നല്ല നല്ല ആ സ്റ്റോറിയുടെ പെയിൻ ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല നല്ല മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കല്ലൊക്കെ അറിഞ്ഞിട്ട് ഭയങ്കര പിടിച്ചു വെച്ചേക്കും. ലാസ്റ്റ് അവരടിയും എല്ലാവരുടെ അടിയും കാണിച്ചിട്ടുണ്ട്. ആ ഒരു പ്രശ്നത്തിൽ നിന്നിട്ട് അവരുടെ ഇമോഷൻസിൽ നിന്നിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ശരിക്കും അതിൽ അഭിനയിക്കുന്നത് ഞാനാണെന്ന് തോന്നിയിട്ടില്ല ഒരു ക്യാരക്ടർ ചെയ്ത്. സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. വളരെ നല്ല മൂവി. ഇതുപോലൊരു മൂവി അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ഉറപ്പാണ്. ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടാണ്. അതൊരു നല്ല ഒരുപാട് പ്രാവശ്യം കണ്ട സിനിമയാണ്. ഫൈനലി ഇന്ന് തിയേറ്റർ റിലീസായി. ഒരുപാട് നല്ല ഫെസ്റ്റിവൽസിൽ പോയി ഒരുപാട് നല്ല അവാർഡ്സ് കിട്ടിയൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ത്രെഡ് കൈകാര്യം ചെയ്യുന്ന ഒരു സസ്പെൻസ് ത്രില്ലറാണ് ആട്ടം. ഇതിൽ ഉള്ള എല്ലാ ആക്ടേഴ്സും സീസൺഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അവരെല്ലാവരും ഒരുമിച്ച് 10-30 വർഷത്തോളമുള്ള സുഹൃത്തുക്കളാണ്. മോസ്റ്റ് ഓഫ് ദം, വിനയ് ഉൾപ്പെടെ ഒരു തിയേറ്റർ ഗ്രൂപ്പിൽ നിന്നുള്ള റിയൽ ലൈഫിൽ ഒരു സുഹൃത്തുക്കളാണ്. ഇതുപോലെയുള്ള കഥകൾ, ഇതുപോലെയുള്ള സിനിമകൾ, ഇങ്ങനെ ഒരു ആളുകളെല്ലാവരും മനസ്സ് നിറഞ്ഞാണ് നമ്മളോട് വന്ന് സംസാരിക്കുന്നത്. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. 2024 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഫസ്റ്റ് വീക്കെൻഡിൽ വന്ന ഈ ഒരു സിനിമ വീണ്ടും മലയാളി പ്രേക്ഷകർ എപ്പോഴും ഉള്ള പോലെ നല്ല സിനിമകളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് നിറഞ്ഞ സദസ്സിൽ ആട്ടം തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. എന്തോ ഇമോഷണലല്ല, നല്ല സൂപ്പറാണ്. ലേഡീസിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഫിലിമായിട്ട് തോന്നിയിട്ടുണ്ട്. സസ്പെൻസ് ഉണ്ട്, എല്ലാം സൂപ്പറായിട്ടുണ്ട്. പിന്നെ പിന്നീട് ഫിലിമിൽ ഏറ്റവും നന്നായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. അടിപൊളി പടമാണ്. നല്ല പടമാണ്, ഇഷ്ടപ്പെട്ടു. നല്ല കഥയാണ്, കാര്യങ്ങളാണ്. നന്നായിരുന്നു, നല്ല സിനിമയായിരുന്നു.